രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇരുമുടിക്കെട്ടുമായി 18ാം പടി കടന്ന് അയ്യപ്പനെ ദർശിച്ച് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് മടങ്ങാൻ പോകുന്നു. ഏകദേശം 1.5 മണിക്കൂർ സമയമാകും സോപാനത്ത് തുടരുക രാഷ്ട്രപതി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. MG പ്രതീഷ് തുടർന്ന്. പ്രതീക്ഷ, അപ്പോൾ അങ്ങനെ ദർശനം പൂർത്തിയായി തോന്നുന്നു അല്ലേ? ഹലോ പ്രതീഷ്, കേൾക്കാമോ? 18ാം പടി കയറി കുടിമരച്ചുവട്ടിലെത്തുമ്പോഴേക്കും പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും. ഇനി ദർശനം കഴിഞ്ഞ് ദേവസ്വം ഗസ്റ്റ് ഹൗസിൽ ഭക്ഷണവും വിശ്രമത്തിന് സമയമുണ്ട്. 3 മണി വരെ ഗസ്റ്റ് ഹൗസിൽ രാഷ്ട്രപതി തങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ദേവസ്വം ബോർഡിൻ്റെ ഉപഹാരം ഒക്കെ രാഷ്ട്രപതിക്ക് അല്പസമയത്തിനകം നൽകാനും പോകുന്നുണ്ട്. പ്രതീഷ്, ദർശനം പൂർത്തിയായി തോന്നുന്നു അല്ലേ? ലക്ഷ്മി, രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ശബരിമല ദർശനം അയ്യപ്പന്റെ ശ്രീകോവിലിൽ നിന്ന് രാഷ്ട്രപതി ഇപ്പോൾ മടങ്ങിയിട്ടുണ്ട്. ഈ മാളികപ്പുറം ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുമെന്നതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ പമ്പയിൽ നിന്ന് കെട്ടുനിറച്ച് ശബരിമല സന്നിധാനത്തെത്തി 18ാം പടി കയറിയെത്തിയ ദ്രൗപദി മുർമുവിനെ ക്ഷേത്ര തന്ത്രിയാണ് പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചത്. അതിനുശേഷം ശ്രീകോവിലിൽ ഏറെ നേരം രാഷ്ട്രപതി ചെലവഴിച്ചു. ശ്രീകോവിൽ ക്ഷേത്ര മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് രാഷ്ട്രപതിക്ക് ഈ പുണ്യ തീർത്ഥം നൽകിയത്. പ്രസാദം ഉൾപ്പെടെ ക്ഷേത്രതന്ത്രി നൽകിയിരുന്നു. കുറച്ചു സമയം ഈ ശ്രീകോവിലിന് മുന്നിൽ ചെലവഴിച്ച ശേഷമാണ് രാഷ്ട്രപതി അവിടെ നിന്ന് ഇപ്പോൾ പോയിരിക്കുന്നത്. ഈ മാളികപ്പുറം ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷം ഗസ്റ്റ് ഹൌസിലേക്ക് പോകുമെന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനി ശബരിമല സന്നിധാനത്ത് ഉച്ചപൂജയുടെ സമയമാണ്. ഈ ഉച്ചപൂജ ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. അതിനുശേഷമായിരിക്കും ഈ ദേവസ്വം ഗസ്റ്റ് ഹൌസിലേക്ക് രാഷ്ട്രപതി പോകുന്നത്. ദേവസ്വം ബോർഡിന്റെ പ്രത്യേക ഉപഹാരം രാഷ്ട്രപതിക്ക് കൈമാറും. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ആയിരിക്കും ആ ഉപഹാരം രാഷ്ട്രപതിക്ക് കൈമാറുന്നത്. തുടർന്ന് ഉച്ചഭക്ഷണം ഉൾപ്പെടെ ഈ ദേവസ്വം ബോർഡ് ഗസ്റ്റ് ഹൌസിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചില ശബരിമലയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് രാഷ്ട്രപതി സന്ദർശനം നടത്തുന്നത്. നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞതാണ് ഈ വിവാദങ്ങളൊന്നും തന്നെ ഒരിക്കലും ശബരിമലയെ ബാധിക്കില്ല. രാഷ്ട്രപതിയുടെ സന്ദർശനം ഉൾപ്പെടെ വളരെ സന്തോഷം തോന്നുന്ന, അഭിമാനം തോന്നുന്ന കാര്യമാണ് എന്നതൊക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരത്തെ പ്രതികരിച്ചിരുന്നു. എന്തായാലും ആ ഒരു സന്ദർഭത്തിൽ കൂടിയാണ് ഇപ്പോൾ രാഷ്ട്രപതി ശബരിമലയിൽ ദർശനം നടത്തിയിരിക്കുന്നത്. 1 മണിക്കൂറോളം, ഇനി ഏകദേശം 3/4 മണിക്കൂറോളം രാഷ്ട്രപതി ശബരിമലയിൽ ചെലവഴിക്കും. അതിനുശേഷമായിരിക്കും തിരികെ മടങ്ങുന്നത്. നേരത്തെ രാഷ്ട്രപതി പത്തനംതിട്ടയിൽ നിന്ന് എത്തിയതുപോലെ റോഡ് മാർഗം തന്നെ ആയിരിക്കും മടങ്ങാനുള്ള ഒരു സാധ്യത. ഈ ശബരിമല സന്നിധാനത്ത് നിന്ന് പമ്പയിലെത്തി നിലയ്ക്കൽ വഴി പോകാനുള്ള ചില ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ മോശം കാലാവസ്ഥ അതിനൊരു തടസ്സമായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇനിയേ ഉണ്ടാവുകയുള്ളൂ. കൂടുതൽ സാധ്യതയും റോഡ് മാർഗം തന്നെ ഈ പത്തനംതിട്ട പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലെത്തി ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്ക് രാഷ്ട്രപതി മടങ്ങുമെന്നതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ 2 ഇടങ്ങളിലും രാഷ്ട്രപതിക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചായിരിക്കും അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക. എന്തായാലും ഒരു 2:30 അല്ലെങ്കിൽ 3 മണിയോട് കൂടി ശബരിമല സന്നിധാനത്ത് നിന്ന് രാഷ്ട്രപതി തിരിക്കുമെന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ശബരിമലയിലെ അയ്യപ്പ ദർശനം ഇപ്പോൾ പൂർത്തിയായിട്ടുമുണ്ട്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.